സർക്കാർ പറയുന്നു, മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ല, മറ്റേ പവർ കട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് പറയാണ് ഇത് ലോഡ് ഷെഡിംഗ് ആണ് എന്നുള്ളതിന് പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ മാതാവിന്റെ നാളികേരം പറഞ്ഞ കുഴപ്പമില്ല, നമ്മുടെ തേങ്ങ പറഞ്ഞ അടി കിട്ടും എന്ന പോലത്തെ ഇടപാടപ്പത്. ഇത് ലോഡ് ഷെഡിംഗ് അല്ല, ഇത് സാധനം എന്താ, ഇത് കട്ട്. നാളെ മേലാൽ വിളിച്ചിവിടെ ഫോൺ എടുക്കാതെ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അത് പിന്നെ വരുമ്പോ വേറെ കോംപ്രമൈസ്. ഇപ്പൊ ഇതുവരെ ഞങ്ങൾ നിന്നതും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ KSEB ഓഫീസിലേക്ക് വിളിച്ചാൽ കിട്ടി അത്രയേ ഉള്ളൂ. ഫോൺ എടുത്ത് പലപ്പോഴും ഓഫീസിലുള്ളവരൊക്കെ മാറ്റിവെക്കും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇലക്ട്രിസിറ്റി മുടങ്ങിയാൽ ആ തലവേദന രാത്രി ഒന്ന് ഒടുക്കട്ടെ എന്നാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ ഭാവം. അതുകൊണ്ട് തന്നെ പാവം ജനങ്ങൾ വിളിച്ച് കൈ കഴിച്ചൊടുവിൽ എവിടെയെങ്കിലും തളർന്ന് ഉറങ്ങും. ഇപ്പോഴാകട്ടെ അങ്ങനെ ഉറങ്ങാനും മാർഗമില്ല. കൊടും ചൂടാണ്, വിയർത്തൊട്ടിയാണ് രാത്രിയിൽ കിടക്കുന്നത്. ഫാനൊക്കെ ഒടുക്കത്തെ സ്പീഡിലിട്ടാലും ഒരു ഉറക്കം കിട്ടില്ല. അപ്പോഴാണ് കറണ്ട് കട്ടിൽ ജനമാകെ കലിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും. വൈദ്യുതി മുടങ്ങിയതോടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും KSEB ഓഫീസുകളിലേക്ക് ജനക്കൂട്ടം ഇരച്ചെത്തുകയാണ്. തിങ്കളാഴ്ച രാത്രി പലതവണയാണ് തൃശൂർ എരുമപ്പെട്ടി KSEB ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ ഇലക്ട്രിസിറ്റി നിന്നത്. രാത്രി 11 മണിയോടെ ജനത്തിന്റെ നിയന്ത്രണം അങ്ങ് വിട്ടു. പലവട്ടം KSEB ഓഫീസിലേക്ക് ആളുകൾ വിളിക്കുന്നു, എന്നാൽ ഫോൺ എടുക്കുന്നില്ല. ആദ്യമൊക്കെ ഫോൺ എടുത്ത് ഉടൻ കറണ്ട് വരും എന്ന് മാത്രം പറഞ്ഞു വെക്കുകയായിരുന്നു. എന്നാൽ 11 മണിയായിട്ടും ഒരു രക്ഷയുമില്ല. 100-ലേറെ ആളുകളാണ് KSEB ഡിവിഷൻ ഓഫീസിലെത്തിയത്. 11 മണിക്കെത്തിയ ജനങ്ങൾ പുലർച്ചെ 2 മണി വരെ അവിടെ തുടർന്നു. പലരും KSEB ഓഫീസിലേക്ക് കയറി. നിങ്ങൾ മാത്രം ഇവിടെ അങ്ങനെ സുഖിച്ചിരിക്കേണ്ട. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപഭോക്താക്കളാണ് രാത്രി പലതവണ വൈദ്യുതി വിതരണം മുടങ്ങിയതിനെ തുടർന്ന് KSEB ഓഫീസിലെത്തിയത്. ആദ്യമൊക്കെ അവർ വലിയ മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് KSEB ഓഫീസിൽ കയറിയിരുന്നു. കറണ്ടില്ലാതെ ഞങ്ങൾ വീടുകളിലേക്ക് ചെന്നിട്ട് എന്ത് കാര്യമെന്നാണ് അവർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. ഉദ്യോഗസ്ഥർക്കും ഉത്തരം മുട്ടി. അതിശക്തമായ ചൂട് നിലനിൽക്കെ ഇപ്പോൾ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ ജനത്തിന് കലിപൊട്ടും. അത് അത്ര പെട്ടെന്നൊന്നും നിയന്ത്രിക്കുക വയ്യ. ഫാനുകൾ മുഴുവൻ സ്പീഡിലിട്ടാൽ പോലും ആളുകൾക്ക് വീടുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടാൻ പ്രയാസമാണ്. അപ്പോൾ പിന്നെ വൈദ്യുതി കൂടി നിലച്ചാലോ? കുട്ടികളും പ്രായമുള്ളവരും രോഗികളും ഫാനുകളും എയർ കണ്ടീഷണറുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ അവർ ആകെ അസ്വസ്ഥരായി. ഓഫീസിലേക്ക് തുടർച്ചയായി പലതവണ ഫോൺ വിളിച്ചു, എടുക്കുന്നേയില്ല. തുടർന്നാണ് പല പ്രദേശങ്ങളിലുള്ളവർ സംഘടിച്ച് പ്രതിഷേധവുമായി നേരെ KSEB ഓഫീസിലേക്ക് തിരിച്ചത്. ഓഫീസിലെത്തിയ പാടെ ജനക്കൂട്ടത്തെ വിരട്ടിവിടാനായി ഉദ്യോഗസ്ഥരുടെ ശ്രമം. നിങ്ങൾ എന്തിനാണ് KSEB ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്, ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞവർ ഭയപ്പെടുത്തി. എന്നാൽ പിന്നെ പോലീസിനെ വിളിക്കാൻ ജനം. KSEB ഉദ്യോഗസ്ഥർ വിളിച്ചതനുസരിച്ച് എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി. ജനം പോലീസിനോട് പറഞ്ഞു, സാറന്മാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഒന്ന് ശരിയാക്ക്. ഇതിനിടയിൽ പ്രതിഷേധത്തിനെത്തിയ പലരും പായും വിരിച്ച് KSEB ഓഫീസ് മുറിയിൽ കയറി കിടക്കാനും തുടങ്ങി. വൈദ്യുതി ഉപഭോഗം അമിതമായി കൂടി. അതുകൊണ്ട് ഫീഡറുകളിൽ ലോഡ് വർദ്ധിക്കുകയും തുടർന്ന് ലൈനുകൾ ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് ആവുകയും ചെയ്യുന്നുവെന്നാണ് KSEB ജീവനക്കാർ പറഞ്ഞത്. സബ്സ്റ്റേഷനിലേക്കുള്ള 33 kV ലൈനിൽ ധാരാളം തകരാറുകളുമുണ്ട്. ഓഫീസിൽ പായും വിരിച്ചു കിടക്കുന്ന ജനം. പോലീസ് അകത്ത് കയറി ജനങ്ങളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. വീടുകളിൽ കറണ്ട് കിട്ടിയാൽ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നോളാം എന്നായി ജനക്കൂട്ടം. ഇതിനിടയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ഒരു പ്രയോജനവുമില്ല. പോലീസ് കൈമലർത്തുകയാണ്. സ്വാഭാവികമായി പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് നിരന്തരമായി വൈദ്യുതി മന്ത്രി പറയുമ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എരുമപ്പെട്ടിയിലെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി നാട്ടുകാരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിയാന്നും ഒക്കെ അതിന്റെ ഭാഗമായി കറണ്ട് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ നിന്നേന് വരെ നിങ്ങൾ മറുപടി പറയേണ്ട ഒരു കൂടുതൽ കളിച്ചാൽ അല്ല, ഇനി ഞങ്ങൾ നിന്നേന് കൂടി നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇതൊരു കറണ്ടില്ലാത്തൊരു സമാധാനം. സമയം എത്രയും നോക്കോ? 2:30 മണിയായി. 12 മണിക്ക് വന്നിട്ട് മനുഷ്യന്മാരല്ലേ? അല്ല, ഇനി ഇയാളെ ആരെങ്കിലും കറണ്ട് പിടിച്ച് ചത്ത ലോഡ് ഓവറായിട്ടല്ല, സാധനം ചെയ്യാതെ അതാണല്ലോ പറയുന്നത്. അപ്പൊ ലോഡ് ഷെഡിങ് തന്നെയാണ് അതിന് പച്ച മലയാളത്തിൽ പറയാം.
സർക്കാർ പറയുന്നു, മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ല, മറ്റേ പവർ കട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് പറയാണ് ഇത് ലോഡ് ഷെഡിംഗ് ആണ് എന്നുള്ളതിന് പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ മാതാവിന്റെ നാളികേരം പറഞ്ഞ കുഴപ്പമില്ല, നമ്മുടെ തേങ്ങ പറഞ്ഞ അടി കിട്ടും എന്ന പോലത്തെ ഇടപാടപ്പത്. ഇത് ലോഡ് ഷെഡിംഗ് അല്ല, ഇത് സാധനം എന്താ, ഇത് കട്ട്. ആ സമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങടെ വരാൻ പറ്റുള്ളൂ. ജനലെ തുറന്നിടാൻ പറ്റില്ല. പാമ്പിന്റെ ശല്യം നിങ്ങൾക്കറിയാം, വലിയ പ്രയാസത്തിലെ നാട്ടുകാരുള്ളത്. ദയവ് ചെയ്തിട്ട് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ മുൻകൂർ ഞങ്ങളെ അറിയിക്കുക. നാളെ മേലാൽ വിളിച്ചിവിടെ ഫോൺ എടുക്കാതെ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അത് പിന്നെ വരുമ്പോ വേറെ കോംപ്രമൈസ്. ഇപ്പൊ ഇതുവരെ ഞങ്ങൾ നിന്നതും ഇത്രയും ആളുകളുടെ വിഷമം, ഇത് സംഘടിച്ചു വന്നവരല്ല, വന്ന് സംഘടിതമായതാണ്. അപ്പൊ അതുകൊണ്ട് ദയവേത് ഞങ്ങൾക്കൊന്ന് ഇൻഫർമേഷൻ തരാം. 2 വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറയാം. ഇത് എപ്പോ വരുന്ന പറഞ്ഞത്? കേരളത്തിലെ നിരവധി KSEB ഓഫീസുകളിൽ ഇന്നലെ രാത്രിയിൽ നടന്നു സമാനമായ സംഭവങ്ങൾ. കോഴിക്കോട് പന്തിയങ്കര KSEB ഓഫീസിലും ഇതിന് സമാനമായ പ്രതിഷേധം. പുലർച്ചെ 2 മണിക്കാണ് അവിടെ പ്രതിഷേധക്കാർ എത്തിയത്. നാദാപുരം സബ്സ്റ്റേഷനിലും അർദ്ധരാത്രിയിൽ ജനം ഇരച്ചെത്തി. ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്നുവെന്നും സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട ആലുവ KSEB ജീവനക്കാർ പോലീസിനെ വിളിച്ചു. എത്രയും പെട്ടെന്ന് ജനത്തിന് കറണ്ട് ശരിയാക്കി കൊടുക്കാൻ പോലീസ് KSEB ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഞങ്ങൾ വന്ന് പറഞ്ഞാലൊന്നും ജനം നിൽക്കില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വൈദ്യുതി മുടങ്ങുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് എന്ന് KSEB ജീവനക്കാർ പറയുന്നു. നോക്കിയും കണ്ട് ജോലിയെടുത്താൽ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാകുമെന്നാണ് ജനം പറയുന്നത്. ജനങ്ങൾ ഓഫീസിലെത്തി കയ്യേറ്റം ചെയ്യുന്നു, ഓഫീസുകൾ കയ്യേറുന്നു എന്ന പരാതി കേരളത്തിലെ പല KSEB ഓഫീസുകളിലും. രാത്രി പോലീസ് സുരക്ഷ KSEB ഓഫീസുകൾക്ക് നൽകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴിത് ആലുവ വെസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ പോലീസിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നു. തങ്ങൾക്ക് രാത്രിയിൽ പോലീസ് സുരക്ഷ വേണമെന്ന്. മറുവശത്ത് സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ജനജീവിതം ദുസ്സഹമാക്കുന്നു. ലോഡ് ഷെഡിങ്ങിന്റെ സമയത്ത് നിലയ്ക്കാത്ത കോളുകളാണ് മിക്ക KSEB സബ് ഡിവിഷൻ ഓഫീസുകളിലും. പല സ്ഥലങ്ങളിലും ജനങ്ങൾ ഇരച്ചെത്തുന്നു. സർക്കാരിന്റെ നിർദ്ദേശമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുവെങ്കിലും അതൊന്നും ജനം കേൾക്കുന്നില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ KSEB ഓഫീസുകൾ ഇപ്പോൾ പ്രതിഷേധ കടലായി മാറി. രാത്രികാലങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതിനെ ചൊല്ലി നാട്ടുകാർ കൂട്ടത്തോടെ ഓഫീസുകളിലെത്തുന്ന നിരവധി സംഭവങ്ങൾ. ജീവനക്കാരെ തടയുന്നതും അസഭ്യം പറയുന്നതുമൊക്കെ പതിവ് കാഴ്ചകൾ. എന്നാൽ ലോഡ് ഷെഡിംഗ് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന ശുഭവാർത്തയും KSEB പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ അറ്റകുറ്റപ്പണി മൂലം തടസ്സപ്പെട്ടിരുന്ന കൂടക്കുളം നിലയത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വീണ്ടും ലഭ്യമായി തുടങ്ങി എന്നാണ് KSEB പറയുന്നത്. പാതിരാത്രി കറണ്ട് പോയതോടെ അമ്പലപ്പുഴ KSEB സെക്ഷൻ ഓഫീസിലേക്കും ജനക്കൂട്ടമെത്തി. ഈ കാഴ്ച ഒരു പതിവ് കാഴ്ചയായി മാറുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ ജനങ്ങളുടെ പൊതു സ്വഭാവം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രദേശത്ത് കറണ്ട് പോയാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൊക്കെ ഇത് പങ്കുവെച്ച് ജനങ്ങൾ പരസ്പരം വിവരമറിയുന്നു. പിന്നീട് ജനം പുറത്തേക്കിറങ്ങി നേരെ KSEB ഓഫീസിലേക്ക്. എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വാഹനവും എടുത്ത് ആ വാഹനത്തിൽ പരമാവധി ആളെ കയറ്റി KSEB ഓഫീസിലേക്ക് ചെല്ലുക. അതുമാത്രമാണ് ഇതിനൊരു പോംവഴി. ജനം അനുഭവിക്കട്ടെ എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥർക്ക് കനത്ത താക്കീതാണ് ഇപ്പോൾ കേരളത്തിലെ ജനം നൽകുന്നത്. പവർ കട്ടില്ലാത്ത 10 വർഷം എന്നൊക്കെയായിരുന്നു ഇലക്ഷന് മുൻപ് സർക്കാർ തട്ടിവിട്ടത്. ഇലക്ഷൻ കഴിഞ്ഞതോടെ പവർ കട്ടോട് പവർ കട്ട്. ചിലർ പറയുന്നു LDF പോകും, സ്ഥിരമായി കറണ്ട് വരുമെന്ന്. KSEB ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ നിരത്തുന്നു. കാരണം എന്തുമാകട്ടെ, കറണ്ട് കിട്ടിയാൽ മതി എന്ന് ജനം. UDF ഉണ്ടായിരുന്നപ്പോൾ മുൻകൂട്ടി അറിയിച്ചിട്ടൊക്കെയായിരുന്നു ലോഡ് ഷെഡിംഗ്. ഇടതുപക്ഷം ഇരുട്ടിൽ പതുങ്ങി വരുമെന്നാണ് ജനം പറയുന്നത്. ഇനിയെങ്കിലും കഴിവും പ്രാപ്തിയും ഓർമ്മശക്തിയും ഒക്കെ ഉള്ളവരെ വൈദ്യുതി മന്ത്രിയാക്കണമെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വല്ലാത്ത കാഴ്ചകളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ. ഈ കൊടുംചൂടത്ത് കറണ്ടും കട്ട് ചെയ്ത് നിങ്ങളവിടെ AC ഓഫീസിൽ കയറിയിരുന്നാൽ ജനം വെറുതെ ഇരിക്കില്ല എന്ന് ഓർക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.